ദില്ലി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടിക്ക് ആശ്വാസം. മുതിർന്ന നേതാവും എംപിയുമായ സഞ്ജയ് സിംഗിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. സഞ്ജയ് സിംഗിൽ നിന്ന് പണം കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. അതേസമയം മനീഷ് സിസോദിയുടെ ജാമ്യ ഹർജിയിൽ വിചാരണ കോടതിയിൽ ശനിയാഴ്ച വാദം തുടരും. ദില്ലി മദ്യനയ അഴിമതിയിലെ ഇടനിലക്കാരനും കേസിലെ മാപ്പുസാക്ഷിയുമായ ദിനേശ് അറോറ വഴി 2 കോടി രൂപ സഞ്ജയ് സിംഗ് കൈപ്പറ്റിയെന്നാണ് ഇഡിയുടെ കേസ്. ജാമ്യഹർജി പരിഗണിച്ച ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചിന്റെ പ്രധാന ചോദ്യം ഈ പണം എവിടെ എന്നായിരുന്നു. എന്നാൽ പണം കണ്ടെടുത്തിട്ടില്ലെന്നായിരുന്നു ഇഡി അഭിഭാഷകന്റെ മറുപടി. എങ്കിൽ PMLA നിയമത്തിലെ 45-ാം വകുപ്പ് പ്രകാരം ജാമ്യം അനുവദിക്കേണ്ടി വരുമെന്ന് കോടതി നിലപാടെടുത്തു. പ്രതി കള്ളപ്പണം വെളുപ്പിക്കൽ നടത്തിയില്ലെന്ന പൂർണ്ണ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ജാമ്യം അനുവദിക്കാമെന്നാണ് 45-ാം വകുപ്പിലെ വ്യവസ്ഥ. ഇതോടെ തിരിച്ചടി ഭയന്ന് ഹൈക്കോടതിയിൽ സഞ്ജയ് സിംഗിന്റെ ജാമ്യത്തെ എതിർത്ത എൻഫോഴ്സ്മെന്റ് സുപ്രീം കോടതിയിൽ നിലപാട് മാറ്റി. ഒക്ടോബർ മുതൽ ജയിലിൽ കഴിയുന്ന സഞ്ജയ് സിംഗിന് അങ്ങനെ പുറത്തേക്ക് വഴി തുറന്നു. ജാമ്യവ്യവസ്ഥകൾ വിചാരണ കോടതിയാകും നിശ്ചയിക്കുക. എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ജാമ്യം സത്യത്തിന്റെ വിജയമെന്നായിരുന്നു AAPയുടെ പ്രതികരണം. മദ്യനയ അഴിമതിയുടെ ഭാഗമായ ഹവാല പണം കണ്ടെടുക്കാൻ ഇഡിക്ക് കഴിഞ്ഞില്ലെന്ന കോടതി നിരീക്ഷണം മറ്റ് നേതാക്കളുടെ ജാമ്യത്തിന്റെ കാര്യത്തിലും ആം ആദ്മി പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്നു. കെജ്രിവാൾ അടക്കമുള്ളവരിൽ നിന്നും പണം കണ്ടെടുക്കാത്തതാണ് ഇതിനടിസ്ഥാനം. അതേസമയം കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മന്ത്രിമാരായ അതിഷിക്കും സൗരഭ് ഭരദ്വാജിനും ഇഡി വൈകാതെ സമൻസ് അയച്ചേക്കും. ജാമ്യം തേടി ദില്ലി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ നൽകിയ ഹർജിയിൽ റൌസ് അവന്യൂ കോടതിയിൽ സിസോദിയയുടെ വാദം പൂർത്തിയായി. ജാമ്യഹർജിയിൽ ഈ മാസം 6-ന് ഇഡി വാദം പറയും. നാളെയാണ് അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ദില്ലി ഹൈക്കോടതി പരിഗണിക്കുന്നത്. റിപ്പോർട്ടർ, ദില്ലി.